ഹേ ഗായ്സ്, ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് ഞാനൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് ചെയ്യാൻ പോകുന്നത്. ഒരു സിനിമ കാണാൻ പോകുന്നതിൻ്റെ പ്രഹസനങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സിനിമ കാണാൻ പോകാൻ ഇത്ര അധികം മേക്കപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്നവരോട് എനിക്ക് ഇത്ര മാത്രമേ പറയാനുള്ളൂ. എനിക്കിതൊക്കെ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാനങ്ങ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അല്ലേ, ഒന്നും കമ്പൽസറി ഒന്നും അല്ല. അപ്പം എൻ്റെ മുഖത്ത് കുറച്ച് ദാരിദ്ര്യം കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഞാൻ എൻ്റെ അണ്ടർ ഐ സർക്കിൾസും ഡാർക്ക് സർക്കിൾസും ഹൈപ്പർ പിഗ്മെൻറ്റേഷനും എല്ലാം മറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ഓറഞ്ച് കളർ കറക്റ്റാണ് അപ്ലൈ ചെയ്യുന്നത്. അതിൻ്റെ ഇടയ്ക്ക് എന്നോട് കുറച്ച് ഇമോഷണൽ സപ്പോർട്ട് ചോദിച്ചാണ് ഒരാൾ വന്ന് അവിടെ നിൽക്കുന്നത്. ഞാൻ എവിടെയെങ്കിലും പോകാൻ റെഡി ആകുമ്പോൾ അവൾക്ക് ഭയങ്കര ടെൻഷനാണ്. അപ്പോൾ ആ ടെൻഷൻ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി വന്നതാണ് അവൾ. എനിവേയ്സ്, നെക്സ്റ്റ് ഞാൻ 2 കളർ അതിനകത്ത് തന്നെ മിക്സ് ചെയ്തിട്ട്, ഇത് ഞാൻ ഉപയോഗിക്കുന്നതെന്ന് പറയുന്നത് നമ്മുടെ ഇൻസൈഡ് കോസ്മെറ്റിക്സിൻ്റെ ഒരു കളർ പാലറ്റാണ്. അതിനകത്ത് 2 കളർ മിക്സ് ചെയ്തിട്ടൊരു ഫൗണ്ടേഷൻ പോലെ ലൈറ്റായിട്ട് വെറുതെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചിലപ്പോൾ റെഡിയാവും, ചിലപ്പോൾ റെഡി ആവാറില്ല. ഇന്നെന്തോ റെഡി ആയിട്ടുണ്ട്. ഇനിയും നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒന്ന് ലിപ്പ് ലൈൻ ചെയ്ത് കൊടുക്കുകയാണ്. എൻ്റെ ജീവിതത്തിനോ ഒരു ഡെഫിനിഷൻ ഇല്ല, അപ്പോൾ ലിപ്പിനെങ്കിലും കുറച്ച് ഡെഫിനിഷൻ ആയിക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. എന്തായാലും ഞാൻ ലിപ്പ് ലൈനർ അപ്ലൈ ചെയ്ത് കൊടുത്തു. അതൊരു സിസ് ബ്യൂട്ടിയുടെ ലിപ്പ് ലൈനർ ആയിരുന്നു. പിന്നെ ഒരു ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തു. ഇത് മാസ് കോസ്മെറ്റിക്സിൻ്റെ ആണ്. നല്ലൊരു ലിപ് ഷെയ്ഡാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അത് തന്നെ ഞാനൊരു ബ്ലഷായിട്ടും അപ്ലൈ ചെയ്ത് കൊടുത്തു. വലുതായിട്ടൊന്നുമില്ല, ലൈറ്റായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തുള്ളൂ. നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോൾ ഓവറായിട്ട് തോന്നുന്നെങ്കിലും അത് ബ്ലെൻഡ് ചെയ്ത് വരുമ്പം പെർഫെക്റ്റാണ്. പിന്നെ എനിക്ക് കുറച്ച് കവളൊക്കെ ഉള്ളതുകൊണ്ട് കാണാനൊരു രസമാണ്. നെക്സ്റ്റ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ഒരു ഐ ഷാഡോ ആണ്. പിന്നെ ഞാൻ ഐ ഷാഡോ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് എൻ്റെ ഹസ്ബൻഡ് ഫസ്റ്റ് വാർണിംഗുമായിട്ട് വന്നിട്ടുണ്ട്. 5 മിനിറ്റ് കഴിഞ്ഞു, വേഗം റെഡിയാവും എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ ഐ ഷാഡോ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു. നിങ്ങൾ കാണുമ്പം തോന്നും ഇതൊന്നും ചെയ്തതായിട്ട് കാണുന്നില്ലല്ലോ എന്ന്. പക്ഷെ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഗൈസ്, അത് നേരിട്ട് കാണുമ്പോൾ ചെറുതായിട്ട് അറിയാം. ഇനിയും നെക്സ്റ്റ് ഞാൻ എൻ്റെ ഐബ്രോസ് ഒക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തു. പിന്നെ നെക്സ്റ്റ് ഞാനൊരു ഐലൈനർ ഇട്ട് കൊടുത്തു. ആക്ച്വലി ഞാൻ ഐലൈനറിനേക്കാളും കൂടുതൽ പ്രിഫർ ചെയ്യുന്ന മസ്കാരയാണ്, പക്ഷേ എന്തോ ധൃതി വെച്ച് ചെയ്തതുകൊണ്ടാണെന്ന് തോന്നുന്നു ഞാൻ മസ്കാര ഇടാൻ മറന്നുപോയി. എന്തായാലും ഐലൈനർ അപ്ലൈ ചെയ്ത് കൊടുത്തു. പിന്നെ കയ്യിലും കാലിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ വേണമല്ലോ, അപ്പം ഞാൻ കുറച്ച് ബ്രേസ്ലെറ്റ്സും വാച്ചും മോതിരവും അങ്ങനെ കണ്ണി കണ്ടതെല്ലാം എടുത്തിട്ടു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് സെക്കൻഡ് വാർണിംഗുമായിട്ട് വന്നിട്ടുണ്ട്. സമയം പോകുന്നു, വേഗം വായോ വേഗം വായോ എന്ന്. പെട്ടെന്നുള്ള പ്ലാൻ ആയതുകൊണ്ട് ഒരു 15 മിനിറ്റ് എനിക്ക് സമയം കിട്ടിയുള്ളൂ ആക്ച്വലി റെഡി ആവാൻ വേണ്ടി. അതിലൊരു 10 മിനിറ്റ് ഞാൻ മേക്കപ്പ് ഇടാൻ വേണ്ടിയിട്ട് അങ്ങ് ഉപയോഗിച്ചു. ബാക്കി 5 മിനിറ്റ് കൊണ്ട് തിയേറ്ററിൽ എത്താവുന്ന ദൂരം ഉള്ളതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. പിന്നെ മുടി ഞാൻ കുളിച്ചിട്ട് ഇറങ്ങി വന്നതേ ഉള്ളതുകൊണ്ട് തന്നെ മുടി ആകെ നനഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഹെയർ സ്റ്റൈലൊന്നും ചെയ്യാൻ തോന്നിയില്ല. ഞാനതങ്ങ് അയച്ചിട്ട് വെറുതെ അങ്ങ് തുറന്നിടാമെന്ന് വിചാരിച്ചു. അത്രയേ ഉള്ളൂ അപ്പോൾ ഹെയർ സ്റ്റൈലായിട്ട് പറയാനുള്ളത്. പിന്നെ ഞാൻ എന്താ പറയുക, തിയേറ്ററിൽ പോകണമല്ലോ, അപ്പോൾ അതുകൊണ്ട് കണ്ണാടി എടുത്തു. അല്ലെങ്കിൽ ലാലേട്ടൻ്റെ സിനിമ കാണാൻ പോകുമ്പോൾ ലാലേട്ടനെ എനിക്ക് മമ്മൂക്കായിട്ട് തോന്നും. അപ്പം പിന്നെ നമുക്ക് തിയേറ്ററിൽ കാണാം. അപ്പോൾ നമ്മൾ കാണാൻ വന്ന പടം ഇതാണ്, തുടരും. വളരെ നല്ല മൂവിയാണ്, എനിക്കൊന്നുകൂടെ പോയി കാണാൻ തോന്നുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പോയി കണ്ടിട്ട് അഭിപ്രായം പറയാം. ഓക്കെ, ബൈ.